നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. സർക്കാരിനെ പിടിച്ചുലച്ച് ബാർകോഴ വിവാദം. 1 കോടി വാങ്ങിയെന്നത് കള്ളക്കഥയെന്ന് കെ എം മാണി. ആരോപണം ഉയർന്നത് എങ്ങനെയെന്ന് പാർട്ടി അന്വേഷിക്കും. തനിക്കെതിരെ വൻ ഗൂഢാലോചന. മാണിയെ പ്രതിരോധിച്ച മുഖ്യമന്ത്രി. ഒരന്വേഷണവുമില്ല. മാണിക്കെതിരെ ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് എന്ന് പി സി ജോർജ്. ഗൂഢാലോചന മുഖ്യമന്ത്രി അറിഞ്ഞ്. ബാർകോഴയിൽ ഭിന്നസ്വരത്തിൽ CPIM. മാണി ഒഴിയണമെന്ന് VS. CBI അന്വേഷണം വേണം. മൃദുഭാഷയായി പിണറായി. മാണിക്ക് 1 കോടി രൂപ നൽകിയെന്ന വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജു രമേശ്. സത്യസന്ധമായ അന്വേഷണത്തിന് കോടതിയിൽ പോകും. മന്ത്രിമാർക്ക് കോഴ കൊടുക്കാൻ ബാർ ഓണേഴ്സ് അസോസിയേഷൻ പണം പിരിച്ചെന്ന് ബാർ ഉടമകൾ. CPIMന്റെ ഉറവിട മാലിന്യ നിർമ്മാർജ്ജന പരിപാടിക്ക് തുടക്കം. തലസ്ഥാനത്ത് പിണറായി ഉദ്ഘാടനം ചെയ്തു. പദ്ധതി 6 മാസം കൊണ്ട് ഫലപ്രാപ്തിയിലെത്തിക്കുമെന്ന് പാർട്ടി നേതൃത്വം. വിശാല ഐക്യം ലക്ഷ്യമിട്ട് ദില്ലിയിൽ ഇടതു പാർട്ടികളുടെ യോഗം. കാസർഗോഡ് CPIM പ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ച കാർ ഡ്രൈവർ. പ്രധാന പ്രതികളായ ശരത്തും ദിനുവും പിടിയിലായതായി സൂചന. കെ എം മാണിക്കെതിരായ കോഴ ആരോപണം ഉയർന്നു വന്നത് എങ്ങനെയെന്ന് പാർട്ടി അന്വേഷിക്കുമെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കി. ബിജു രമേശിന്റെ ആരോപണം നിഷ്കളങ്കമെന്ന് കരുതാനാകില്ല. മദ്യത്തിനെതിരായ തന്റെ നിലപാടാണ് ഇതിന് കാരണമെന്ന് കെ എം മാണി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണെന്ന് PJ ജോസഫും പറഞ്ഞു. പാർട്ടി വിളിച്ചു ചേർത്ത ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഇന്നലെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി വിലയിരുത്തി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി KPCC പ്രസിഡന്റ് ഇന്ന് നടത്തിയ പ്രസ്താവനകൾ സ്വാഗതാർഹമാണ്. ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത് എങ്ങനെയെന്ന് കൂടുതലായി പാർട്ടി അന്വേഷിക്കും. രാഷ്ട്രീയമായും നിയമപരമായും ഈ ആക്ഷേപങ്ങളെ നേരിടുവാനുള്ള നടപടികൾ കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് സ്വീകരിക്കുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതേപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. അത് പാർട്ടി ഞങ്ങളത് ഗൗരവപൂർവ്വം ഞങ്ങൾ അതിന്റെ പിന്നിൽ എന്താണ് നടന്നത്, എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയിൽ ഞങ്ങളതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ചർച്ച വരികയും ഞങ്ങളങ്ങനെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഇന്നസെന്റ് ആയിട്ട് വന്നതല്ല. ഇത് കരുതിക്കൂട്ടി ചില പ്രയോഗങ്ങളാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, കേരള കോൺഗ്രസ് മദ്യനിരോധനം എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ നയമാണ്. ഒന്ന്, ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ നയമാണ്. ഞാൻ തന്നെ അതൊന്ന് നോട്ട് ചെയ്യണം. ഞാൻ തന്നെ പരസ്യമായി പറഞ്ഞു, 1 ബാറ് അടച്ചാൽ അത്രയും നല്ലതാണ് എന്ന് പറയുകയും. തനിക്കെതിരായ കോഴ ആരോപണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് ധനമന്ത്രി കെ എം മാണി. ബിജു രമേശിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണ്. ഗൂഢാലോചന സംബന്ധിച്ച് ഉന്നതതലത്തിലുള്ള ശക്തമായ അന്വേഷണം വേണം. ആരോപണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പങ്കുള്ളതായി കരുതുന്നില്ലെന്നും കെ എം മാണി പറഞ്ഞു. തനിക്കെതിരായി ഉയർന്ന അഴിമതി ആരോപണം അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്ന് മാണി പറഞ്ഞു. വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതന്വേഷണത്തെയും നേരിടാം. അതൊക്കെ ചുമ്മാ അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്. ഞാൻ അത് ശക്തമായി നിഷേധിക്കും. ഏതന്വേഷണം ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതേപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. ഏതന്വേഷണവും നല്ല ശക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കേരള കോൺഗ്രസിനെയും തന്നെയും നിർവീര്യമാക്കാനുള്ള നീക്കങ്ങളാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. ഇത് നടപ്പാവില്ല. എന്നെയും കേരള കോൺഗ്രസ് പാർട്ടിയെ നിർവീര്യമാക്കാം എന്ന് കരുതിക്കൊണ്ടാണെങ്കിൽ അതുകൂടെ നടക്കുകയില്ല. അത് നടപ്പില്ല. ഞങ്ങൾ വളരെ ധീരമായി മുന്നോട്ട് തന്നെ നേരിടും. ആരോപണത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന ബിജു രമേശിന്റെ അവകാശവാദത്തിന് ഇതായിരുന്നു കെ മാണി നൽകിയ മറുപടി. അതും നുണപരിശോധന നടത്തേണ്ട കേസായത്. ആരോപണം ഉന്നയിക്കുന്ന ആളുകളാണ് തെളിയിക്കേണ്ടത്. റിപ്പോർട്ടർ, കോട്ടയം. ഗവൺമെന്റ് ചീഫ് PC ജോർജ് ടെലിഫോൺ ലൈനിൽ. PC ജോർജ്, എല്ലാവരും മാണിക്ക് പിന്നിൽ അണിനിരന്ന ഒരു അന്വേഷണത്തെ അട്ടിമറിക്കുകയാണോ ഇന്നുണ്ടായത്? അല്ലല്ലല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങളൊരു പാർട്ടിയല്ലേ നികേഷ്. 50 വയസ്സ് പ്രായമുള്ള ഒരു കേരള കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിയുടെ ചെയർമാനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിന്റെ വസ്തുതകൾ എന്താണ് പരിശോധിക്കാതിരിക്കാൻ ഒരു പാർട്ടി എന്നല്ലേ ഞങ്ങൾക്ക് കഴിയുമോ? ഞാൻ തന്നെ ഇന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് നികേഷിന്റെ ചാനലിൽ ഉണ്ണിയാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ഓരോ ചാനലും ഞങ്ങളുടെ പാർട്ടിയുടെ ഓരോ നേതാക്കന്മാർ പോകാൻ സ്ട്രിക്റ്റായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം വന്നോളും. ഞാനിപ്പോ മലപ്പുറം വരാത്തല്ല, മലപ്പുറം അല്ല, എനിക്ക് അതുപോലെ ജോലിയുള്ളതുകൊണ്ട് എല്ലാ ചാനലും വരാൻ എനിക്ക് കഴിയില്ലോ നികേഷ്. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറയാം ഇവിടെ ഒരു ബാർ ഉടമ വന്ന് പറയുകയാണ് ശ്രീ PC ജോർജ്, അന്വേഷിച്ചാൽ KM മാണി ജയിലിൽ പോകുമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 50ാം വാർഷികം ആഘോഷിക്കുന്ന KM മാണിക്ക് ഈ നിയമസഭാ സമ്മേളനത്തോടുകൂടി രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ അവസാനിപ്പിക്കേണ്ട KM മാണിക്ക് നിങ്ങളൊരു അൺസെറിമോണിയൽ എക്സിറ്റ് കൊടുക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല എങ്കിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ, കപട രാഷ്ട്രീയക്കാർ പോലും പറയാറുള്ളത് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നാണ്. ഇവിടെ KM മാണിയും മുഖ്യമന്ത്രിയും കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാം പറയുന്നത് ഒരേ പാട്ടാണ്, ഈ കാര്യത്തിൽ ഒരു അന്വേഷണവുമില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ മടിയിൽ കനമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, ഈ അന്വേഷണം ഞാൻ നികേഷ് ഏൽപ്പിച്ചിരിക്കുന്നു, പാർട്ടി വൈസ് ചെയർമാൻ. നികേഷ് അന്വേഷിച്ചോ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കോ, എന്നിട്ട് പറഞ്ഞോ, സമ്മതിച്ചേക്കാം. നികേഷ്, ഇവിടുത്തെ പ്രശ്നം എന്താ? ബിജു രമേശ് എന്ന് പറയുന്ന ഒരാള്, ഒരു മദ്യ കച്ചവടക്കാരനായ ആള്, അദ്ദേഹത്തെ മോശമാക്കി പറയല്ലോ, തെറ്റിദ്ധരിക്കരുത്, പരാതി പറഞ്ഞിരിക്കുന്നു. അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, സംഘടന എന്നുള്ള നിലയിൽ കൊടുത്തിട്ടില്ല എന്നാണ്. അതിന് ബിജു രമേശിൻ്റെ മറുപടിയുണ്ട്. പ്രസിഡന്റ് പോലും ഇപ്പോൾ തള്ളിപ്പറയുകയാണ്. കാരണം മറ്റ് ബിസിനസ്സുകൾ ഇവർക്കെല്ലാം ഉണ്ട് എന്നതിനാലാണ് തള്ളിപ്പറയുന്നത്. ഈ മാണി സാർ അത്ര നല്ല ആളൊന്നും അല്ല എന്ന് എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അറിയാം. മാണി സാറ് ഏറ്റവും നന്നായി പണം വാങ്ങിയെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരനാണ്. മാണി സാറ് കരാറുകാർ 10% തൻ്റെ വിഹിതം നൽകിക്കഴിഞ്ഞാൽ മാത്രമേ ഒപ്പിടുകയുള്ളൂ. അതുപോലെ തന്നെ ബാറിൻ്റെ കാര്യത്തിൽ 5 കോടി രൂപ ചോദിച്ചു, 15 ലക്ഷം ആദ്യം നൽകി, പിന്നീട് 85 ലക്ഷം നൽകി. അതിൻ്റെ കൊതിക്കെറുവിലാണ് എക്സൈസ് മന്ത്രി ശ്രീ കെ ബാബു ഇത് മന്ത്രിസഭയിൽ കൊണ്ടുവന്നപ്പോൾ ആയിട്ടില്ല, ഞാൻ കൂടി നോക്കിയതിന് ശേഷം ഒപ്പിട്ടാൽ മതിയെന്ന്. അതിൻ്റെ കഥയൊക്കെ ബാക്കി കാര്യങ്ങളല്ലേ. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും പണം പിടുങ്ങുന്നയാളായിട്ടാണ് KM മാണി അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. നികേഷിനെ പോലെ MP രാഘവന്റെ മകൻ ഇങ്ങനെ പറയാൻ പാടില്ല. MP രാഘവന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. നികേഷ് നല്ലൊരു പത്രപ്രവർത്തകനാണ്. നികേഷ് ഏൽപ്പിച്ചിരിക്കുന്നു, നികേഷ് പരിശോധിച്ചോളൂ. എവിടുന്ന് മാണി സാറിനെ പോലെ 50 കൊല്ലമായി ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഇത്രയും മോശമായി പറയുന്നത് ശരിയാണോ? നികേഷ് ഒന്ന് സ്വയം മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചേ. പക്ഷേ PC ജോർജ്, താങ്കൾ തന്നെ രാവിലെ തന്നെ ഞാൻ നികേഷ് പറയുന്നത് ഞാൻ കേട്ടത് ഞാനൊന്ന് പറയട്ടെ. നികേഷ്, ഞാൻ ചോദിക്കുന്നു, ഏപ്രിൽ 1-ാം തീയതി 418 ബാർ പൂട്ടിപ്പോയില്ലേ? എന്തുകൊണ്ട് ഈ നവംബർ മാസം വരെ കാത്തിരുന്നു ബിജു രമേശ്? ഉണ്ടല്ലോ, കാരണമുണ്ട്. ഏപ്രിൽ മാസത്തിൽ ആ കാര്യം നടന്നു എങ്കിൽ പോലും ഉചിതമായ സമയത്ത് അത് ഉന്നയിക്കാൻ വേണ്ടി ബിജു രമേശ് കാത്തു നിൽക്കുകയാണ്. ഇവിടെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് PC ജോർജ്, താങ്കൾക്ക് പറയാനുള്ള ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കത് പൂർത്തീകരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. 15 കോടി രൂപയുടെ ഇടപാട്, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ താങ്കൾ? 15 കോടി രൂപ ഈ പറഞ്ഞ 418 ബാറുകളുടെ കാര്യത്തിൽ ഇല്ല, നിൽക്കൂ 418 ബാറുകളുടെ കാര്യത്തിൽ ഈ ബാർ ഉടമ അസോസിയേഷൻ 15 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ. ഞാനത് പറഞ്ഞപ്പോ എല്ലാവരും കുറ്റം പറഞ്ഞല്ലോ നികേഷേ. ഇന്ന് പല ബാറുകാരും പറഞ്ഞപ്പോ മനസ്സിലായില്ലേ, 2 ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞപ്പോ 730 ബാർ വരുമ്പോ എത്ര വരും? 15 കോടി രൂപ വരും. ആ 15 കോടിയിൽ 1 കോടിയുടെ ഉത്തരവാദിത്വമാണല്ലോ ഇപ്പോ കേരള കോൺഗ്രസ് തലയിൽ കൊണ്ട് കയറ്റാൻ നോക്കുന്നത്. ബാക്കി 14 ഉണ്ടല്ലോ. ആ 14 2 കോടി വക്കീലന്മാർ കൊടുത്തു. ബാക്കി 12 എവിടെ കൊണ്ടു കൊടുത്തു? ആ കാര്യം താങ്കളോട് ബാർ ഉടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണി PWD റെസ്റ്റ് ഹൗസ് കൊല്ലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? വെളിപ്പെടുത്തും. കരുനാഗപ്പള്ളിയിൽ പറഞ്ഞോളൂ, അതെന്താണ്? വെളിപ്പെടുത്താം. ഈ സമയം താങ്കൾക്ക് വേണ്ടി ഇപ്പോഴല്ല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ലൈനൊക്കെ പറയാനായിട്ട് ഉണ്ണിയാടനെ ഏൽപ്പിച്ചത്. ഉണ്ണിയാടൻ പറഞ്ഞു. അല്ലല്ല, ഉണ്ണിയാടൻ വരുന്നേ ഉള്ളൂ. ഉണ്ണിയാടൻ അവിടുന്ന് കോട്ടയത്ത് നിന്ന് കൊച്ചി സ്റ്റുഡിയോയിൽ എത്താനാണ് പറഞ്ഞത്. ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ, മാത്രമല്ല താങ്കൾക്കാണ് ഈ കാര്യം നേരിട്ടറിയാവുന്നത് ശ്രീ PC ജോർജ്. ഈ പറയുന്ന രാജ്കുമാർ ഉണ്ണി എന്ന് പറയുന്നയാൾ താങ്കളോടാണ് കരുനാഗപ്പള്ളി PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ 12 കോടി ആര് വിഴുങ്ങി? അതറിയണം കേരളത്തിന്. അത് അറിയണം, അത് അറിയിച്ചേ പറ്റൂ, അറിയിക്കണം. അതുമല്ല നികേഷ്, വേറെ ഉണ്ട്.
നീയൊന്ന് ആലോചിച്ച് ഈ 12 കോടിയുടെ മാത്രം കണക്കിട്ട് ഞാൻ സമ്മതിക്കില്ല. ഒരു 103 കോടിയുണ്ട്. അതായത് ഈ ഇവരെ കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ വരുന്ന പണമില്ലേ, ആ പണം അതിനകത്ത് ഈ ഇഷ്ടമുള്ള മദ്യങ്ങൾ എടുക്കുക. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മദ്യമല്ല, ചില ആളുകൾക്ക് ഇഷ്ടമുള്ള മദ്യം എടുക്കുക, അതിന് കമ്മീഷൻ മേടിക്കുക. അതെല്ലാം കൂടെ 103 കോടി രൂപ വരുന്നത് ഇതെവിടെ പോയെന്ന് അറിയണ്ടേ? ഇല്ല എനിക്ക് 103 കണക്ക് തീരെ മനസ്സിലായില്ല. എനിക്ക് ആ 103 കോടിയുടെ കണക്ക് തീരെ മനസ്സിലായില്ല. ശ്രീ പി സി ജോർജ്, ആ 103 കോടിയുടെ കണക്ക് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയൂ. അതായത് ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ കൊടുക്ക് വിതരണം ചെയ്യുന്ന മദ്യം, ആ മദ്യം ഏത് സെലക്ട് ചെയ്യണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആള് തീരുമാനിക്കുന്ന ആരാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ കമ്മീഷനുണ്ട്. അതിന് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന മദ്യങ്ങൾ സെലക്ട് ചെയ്യും. മദ്യ രാജാക്കന്മാരുമായി ഇതിന്റെ കമ്പനികളുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ കമ്മീഷൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതാര് കണ്ടെത്തണം. ആർക്കാണ് പറ്റുക? ആർക്കാണത് പറ്റുക? ആർക്കാണത് പറ്റുക? നോക്കാതെ നമുക്ക് അന്വേഷിക്കാം. എക്സൈസ് മന്ത്രി അല്ലേ ഈ പറയുന്ന ഏത് ബ്രാൻഡ് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ എത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം? ഇത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നതാണ് ശ്രീ പി സി ജോർജ്. ഇത് ഇപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാലുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ തെളിവിന്റെ ഒരു ചെറിയ അംശമെങ്കിലും പുറത്തു വന്നാലുണ്ടല്ലോ, അത് ഭാവിയിൽ ഇല്ലാതാകും. താങ്കൾ നിരുത്തരവാദപരമായി പെരുമാറരുത്. താങ്കൾക്ക് എന്തെങ്കിലും തെളിവ് നൽകാൻ നികേഷ് അറിയാമല്ലോ. നികേഷ് ഒരു ഉദാഹരണം ഞാൻ നികേഷോട് പറയാം. ഞാനൊരു കളവും പറയുന്നവനല്ല. ബഹുമാനപ്പെട്ട സ്പീക്കർ പത്രസമ്മേളനം നടത്തി രാജ്യസന്നദ്ധത പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹം മന്ത്രിയാകാനെന്ന് പറഞ്ഞു. ഞാൻ നികേഷോട് പറഞ്ഞു, അല്ല നികേഷേ, അദ്ദേഹം രോഗിയാണ്, അതുകൊണ്ട് അദ്ദേഹം പിരിയുന്നതാണെന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നെ പുച്ഛിച്ചു. ഇപ്പൊ സത്യം മനസ്സിലായോ? മാസം 3-4 കഴിഞ്ഞപ്പോ എല്ലാവർക്കും ബോധ്യമായി PC പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം രോഗിയാണ്. അതെല്ലാം പഴയ കഥ. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പലതും ശരിയായിട്ടുണ്ട്, ഒരുപാട് മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ താങ്കൾ KM മാണിക്ക് പിന്നിൽ അണിനിരന്ന് KM മാണിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ പി സി ജോർജ്, സാധാരണഗതിയിൽ ഒരു ആക്ഷേപം കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പരിചയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടില്ല അന്വേഷണമേ വേണ്ട എന്ന്. പറഞ്ഞിട്ടുള്ളത് ഏത് ഏജൻസിയും അന്വേഷിക്കാം എന്നാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് ആവർത്തിച്ചവർ പറയാറുള്ളത്. അതിൽ കുറ്റക്കാരുണ്ടാകുമായിരിക്കും, നിരപരാധികൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതൊരു സ്ഥിരം ടെംപ്ലേറ്റാണ്. ഈ തരത്തിലാണ് ആളുകൾ എപ്പോഴും, രാഷ്ട്രീയക്കാർ എപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണ മാത്രം KM മാണിയും കേരള കോൺഗ്രസും മുഖ്യമന്ത്രിയും കോൺഗ്രസും എല്ലാം പറയുന്നു ഈ കാര്യത്തിൽ അന്വേഷണമേ വേണ്ട എന്ന്. അതുകൊണ്ടാണ് ശ്രീ പി സി ജോർജ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ മടിയിൽ കനമുണ്ട് എന്ന്. ഞങ്ങളുടെ മടിയിൽ കനമില്ല എന്ന് മാത്രമാണ് ഞങ്ങളുടെ പാർട്ടി നേതാവ് ഒരു പൈസയായി കഴിവത് കാണിച്ചിട്ടില്ല. അന്വേഷിക്കാൻ ചുമതലപ്പെടും. ഞാൻ നികേഷിന്റെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുന്നു. എന്റെ ഉത്തരവാദിത്തമേ അല്ലാതെ അതൊക്കെ താങ്കൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. ശ്രീ പി സി ജോർജ്, മാണിയെ കുറിച്ച് ബിജു രമേശ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഞാൻ താങ്കളെ കേൾപ്പിക്കാം. കരാറുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാറുണ്ട് KM മാണി. ചെക്ക് പോസ്റ്റ് മാണിക്ക് എതിരെ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. മാണി പൈസ മേടിക്കുന്ന കാര്യം എല്ലാ ബിസിനസ്സുകാർക്കും അറിയാം. മാണിയാണ് പൈസ മേടിക്കാൻ അറിയുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ. 50 വർഷം പിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ എന്നെ പിടിക്കാൻ പാടില്ല എന്ന് മാണി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ബിജു രമേശിനെ പോലുള്ള ആളുകൾ പറയുന്നത്. താങ്കൾക്ക് ബിജു രമേശിന് വിശ്വാസ്യത ഇല്ല എന്നാണ് അഭിപ്രായമെങ്കിൽ അത് പറഞ്ഞോളൂ. ബിജു രമേശ് പറഞ്ഞു ഒരു കാരണവശാലും വിശ്വസിക്കാൻ ഞാനിപ്പോൾ തയ്യാറില്ല. കാരണം 7 മാസമായിട്ട് മിണ്ടായിരുന്നത് ഇപ്പോഴാണോ? അതായത് മദ്യ ഷാപ്പുകൾ 5 ഉള്ള ബിജു രമേശിന്റെ ഷാപ്പുകൾ 2 കിട്ടി. ഇല്ല ശ്രീ പി സി ജോർജ്, എന്താണ് താങ്കൾ അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? ഞാൻ നേരത്തെ അതിന് മറുപടി പറയാൻ നിന്നതാണ്. ബിജു രമേശ് അതിന് കൃത്യമായി രാവിലെ മറുപടി നൽകിയതാണ്. ശരിയാണ്, സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ പണം വാങ്ങാറുണ്ട്. ഇത് വ്യത്യസ്തമാണ്. അതായത് KM മാണി 15ഉം 85ഉമായി 1 കോടി രൂപ വാങ്ങിയ ആ നടപടി വ്യത്യസ്തമാണ്. കാരണം ഇത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് 5 കോടി ചോദിച്ചത്. പക്ഷേ ക്യാബിനറ്റിലെത്തുന്നതിന് മുമ്പ്, ഏപ്രിൽ 2 എന്നാണ് എൻ്റെ ഓർമ്മ, താങ്കൾക്ക് വേണമെങ്കിൽ തിരുത്താം. ക്യാബിനറ്റിൽ വരുന്നതിന് മുമ്പ് 15ഉം 85ഉം 1 കോടിയേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 4 കോടി കിട്ടാനുണ്ട്. 4 കോടി കിട്ടാനുണ്ട് എന്ന കൊതിക്കെറുവിൽ അത് ബാബു മന്ത്രിസഭയിൽ വെച്ചപ്പോൾ മാണി അത് തിരിച്ചു വാങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റിന് വെറ്റിംഗ് കഴിയാതെ ഇത് മന്ത്രിസഭയിൽ പാസ്സാക്കാൻ അനുവദിക്കില്ല. കേക്കൂ, അതല്ല അവിടെ വിഷയം. അതിനകത്ത് അങ്ങനെ നടന്നുപോയി. ഇനി എന്തായാലും അത് KM മാണിയുടെ കുറ്റം കൊണ്ടല്ലാതെ അത് എന്താ പറയുക, അത് നടക്കാതെ പോയി. എന്തുകൊണ്ടാണ്?
VM സുധീരൻ ആ വിഷയത്തിൽ ഇടപെടുകയും മാണിയുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതാ ഓരോ ദിവസവും ഓരോ മാസവും കൂടുതൽ ആളുകൾ ആത്മാഹുതി ചെയ്യുകയാണ്. ബിജു രമേശ് അടക്കമുള്ള വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളികൾ ഓരോ ദിവസവും ആത്മഹത്യയാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരാൾ ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് എനിക്കിത് പറയേണ്ടി വന്നത് എന്നാണ് ബിജു രമേശ് പറയുന്നത്. ഈ ബിജു രമേശ് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ നികേഷ് വിശ്വസിക്കുകയും 50 കൊല്ലം ഒരു നിയോജക മണ്ഡലത്തിൽ ജനങ്ങളെ മുഴുവൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന മാണി സാറിനെ അവിശ്വസിക്കുകയും ചെയ്യുന്ന നികേഷിന്റെ ചിന്തയെ ഞാൻ വികലമായ ചിന്തയെന്ന് പറയേണ്ടി വരും. വികലമായ ചിന്ത എന്ന് എൻ്റെ മേലെ ആരോപിച്ചോളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രീ PC ജോർജ് താങ്കളോട് പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. ഒരു തെളിവുമില്ല, ഒരു കഷണം കടലാസ് പോലും ബിജു രമേശ് നൽകുന്നില്ല, ഒരു തെളിവും അദ്ദേഹം മുന്നിൽ വെക്കുന്നില്ല. എന്നിട്ട് പോലും സാധാരണ രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്നതിനേക്കാൾ ക്രെഡിബിലിറ്റി എങ്ങനെ ബിജു രമേശിന് കിട്ടി? അത് കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നികേഷിനെ പോലെ ആളുകളൊക്കെ ഇങ്ങനെ കിട്ടിയ അവസരം മുതലാക്കിയേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അല്ലാതെ എന്താ മാണി സാറിനെതിരെ ആരാണ് അങ്ങനെ കിട്ടിയ അവസരം മുതലാക്കാം എന്ന് കരുതുന്നത്? അങ്ങനെയൊന്നും മാണി സാറിനെതിരെ ഒന്നും മീഡിയ സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ ആ തരത്തിൽ മാധ്യമങ്ങളിൽ ഒരു ഗൂഢാലോചന നടക്കുന്നതായോ ഒന്നും ശ്രീ PC ജോർജ് താങ്കൾ പോലും ആക്ഷേപം ഉന്നയിക്കില്ല. പക്ഷേ ഇതിനകത്തൊരു ക്രെഡിബിലിറ്റി ലോസ് സംസ്ഥാന ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണല്ലോ ബിജു രമേശിന് ക്രെഡിബിലിറ്റി നൽകുന്നത്. താങ്കൾ തന്നെയാണ് പറയുന്നത് 15 കോടി രൂപ, അതിൽ 2 കോടി രൂപ വക്കീലന്മാർക്ക് പോയി, 1 കോടി രൂപ മാണിക്ക് കൊടുത്തു എന്നാണല്ലോ ആക്ഷേപം. അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള 12 കോടി രൂപ എവിടെ പോയി? അത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം രാത്രി താങ്കൾ പറയുന്നു 50 ലക്ഷമായി 1 കോടി രൂപ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ മന്ത്രിസഭയിൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ പണം വിഴുങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് താങ്കൾ. അതേപോലെ തന്നെയുള്ള മനസ്ഥിതിയാണ് ഞാൻ അടക്കമുള്ള കേരളത്തിലെ സാധാരണക്കാർക്കുമുള്ളത്. അതുകൊണ്ടാണ് 1 കോടി രൂപ ബിജു രമേശ് മാണിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിലെന്തോ കഴമ്പുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത്. അതായത് നികേഷേ, മനുഷ്യ, നിന്റെ മനസ്സ്, നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ. ഇതൊക്കെ വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നികേഷിന്റെ വിശ്വാസം നികേഷിനെ രക്ഷിക്കട്ടെ. എനിക്കിപ്പോഴും അതിലൊരു വിശ്വാസം വന്നിട്ടില്ല ശ്രീ PC ജോർജ്. പക്ഷെ താങ്കൾ ആവർത്തിച്ച് പറയുകയാണ് ഈ 15 കോടിയുടെ കണക്കും ഒരു 103 കോടി രൂപയുടെ കണക്കും. ഈ 103 കോടിയുടെ കണക്ക് താങ്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏത് ബ്രാൻഡുകളാണ് ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് 103 കോടി രൂപ അടിച്ചു കൊണ്ടുപോയത്. 12 കോടി രൂപ 15 കോടിയിലെ ഈ 12 കോടി രൂപ ആരടിച്ചു കൊണ്ടുപോയി എന്ന് താങ്കൾ സംശയം പറയുമ്പോൾ അതിനകത്തും മുഖ്യമന്ത്രിയെയും എക്സൈസ് മന്ത്രിയെയുമാണ് സംശയിക്കേണ്ടത്. പറഞ്ഞിട്ടില്ല, ആരാണെന്ന് നമുക്ക് ചർച്ച ചെയ്യണം. അത്ര ഞാൻ പറഞ്ഞു. ദയവായി തുടരണം താങ്കൾ പോകരുത്, ദയവായി ചർച്ചയിൽ തുടരണം. ശ്രീ VS സുനിൽകുമാർ MLA CPI നേതാവ് ശ്രീ VS സുനിൽകുമാർ, ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഒരു തെളിവുമില്ല, ഒരു കടലാസ് കഷ്ണം പോലും ബിജു രമേശ് നൽകിയിട്ടില്ല. അതിൻ്റെ മുകളിൽ കയറി പിടിക്കുകയാണ് നിങ്ങൾ. എന്തടിസ്ഥാനത്തിലാണ്? എൻ്റെ നികേഷ്, ഇന്ന് ഞാൻ തൊട്ട് മുമ്പ് ഇവിടെ ചർച്ചയ്ക്ക് വരും മുമ്പ് മലയാള മനോരമയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന ഒരു കാര്യം, അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ബിജു രമേശ് ഇന്ന് വെളിപ്പെടുത്തിയ കാര്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നോട് ബിജു രമേശ് സ്വകാര്യമായി പറഞ്ഞ കാര്യമാണ്. അതിനർത്ഥം എന്താണ്? ബിജു രമേശ് ഇങ്ങനെ അദ്ദേഹം പറയണമെങ്കിൽ ഇത് ഒരു ശോഭത്തിന്റെ പേരിലല്ല ബിജു രമേശിനെ പോലെയുള്ള ഒരു ആള് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. കോൺഗ്രസ് നേതാക്കന്മാരോടെല്ലാം ഇതിൽ അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണത്. മറ്റൊരു കാര്യം, PC ജോർജിനെ പോലെയുള്ള ഒരാള്, കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് ആയിരിക്കുന്ന PC ജോർജ് പറയുന്നത് എന്താ, KM മാണി 1 കോടി വാങ്ങിയോ എന്ന കാര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നില്ല. പക്ഷെ മറ്റു പല മന്ത്രിമാരും കോടികൾ വാങ്ങി എന്ന് അദ്ദേഹം തന്നെ ഇവിടെ ആരോപിച്ചിരിക്കുകയാണ്. ചീഫ് വിപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വെറുതെ തമാശ പറയേണ്ട ആൾക്കാരൊന്നുമല്ല ഇവര് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിലനിർത്തി കൊണ്ടുപോകുന്ന വകുപ്പിന്റെ മന്ത്രിയുടെ പാർട്ടിക്കാരും അതിന്റെ ചീഫ് വിപ്പ് ആയിരിക്കുന്ന ആളല്ലേ. ഇവരൊക്കെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ മിണ്ടായിരിക്കണം എന്നാണോ നികേഷ് പറയുന്നത്? ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം പോലും നിങ്ങൾ കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് സോളാർ നിങ്ങൾ കുത്തിപ്പൊളിച്ചത്. സോളാറിൽ വലിയ മല പോലെ കൊണ്ടുവന്നതാണല്ലോ. സോളാറിൽ എന്ത് ചെയ്തു? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഒറ്റ
ഒറ്റപ്പിടിയിൽ നിന്നു. അവസാനം ജുഡീഷ്യൽ അന്വേഷണം വന്ന സമയത്ത് നിങ്ങൾ ആ വിഷയം ഇട്ടിട്ട് പോയി എന്നതുപോലെയാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ പറയുന്നു, പന്തൻ രവീന്ദ്രൻ പറയുന്നു CBI അന്വേഷണം വേണമെന്ന്, പിണറായി വിജയൻ പറയുന്നു അന്വേഷണം വേണം, പക്ഷേ ഏത് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ അടുത്ത പാർട്ടി കമ്മിറ്റി ആലോചിച്ച് തീരുമാനിക്കാമെന്ന്. ഈ വിഷയം ഒന്ന് കലക്കി മറിച്ചെടുക്കുക എന്നതല്ലാതെ ഇതിലെന്തെങ്കിലും ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണമെന്നൊന്നും നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമില്ല എന്നതിൽ നിന്ന് തെളിവാണ്. അല്ല നികേഷ്, കാടടച്ച് വെടിവെക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ CPIക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത സന്ദർഭത്തിലെല്ലാം ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്നില്ല. ഏതായാലും ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നവരിൽ ഖണ്ഡിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാതെ തരവുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ് നികേഷ്, നമ്മുടെ സംസ്ഥാനത്ത് ബാർ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി UDF നേതാക്കന്മാരും മന്ത്രിമാരും നടത്തിയിരിക്കുകയാണ്. ആ അഴിമതി ഒരു അന്വേഷണം വേണ്ട എന്ന് മൂടി വെച്ചുകൊണ്ട് UDF മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ കേരള കോൺഗ്രസും മുഖ്യമന്ത്രിയും KM മാണിയും എല്ലാം പറയുന്നു ഒരന്വേഷണവും വേണ്ട എന്ന്. അത്ഭുതം തോന്നുന്നില്ലേ? അങ്ങനെ ഒരു അന്വേഷണം വേണ്ട എന്നൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. നികേഷ്, ഇതിനകത്ത് അന്വേഷണം വേണ്ട എന്ന് നിങ്ങൾ പറയാനായിട്ടുള്ള കാര്യം എന്താ? ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഇത് സംബന്ധിച്ചിടത്തോളം ഒരു കഴമ്പുമില്ല എന്ന് പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാക്കാൻ. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ ഉന്നയിച്ചാൽ ഉടനെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാൻ മാത്രമല്ലേ സമയം കിട്ടുകയുള്ളൂ. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയെന്ന് തോന്നിപ്പിക്കാവുന്ന നിലയിൽ, പ്രഥമദൃഷ്ട്യാ പോലും തോന്നിപ്പിക്കാവുന്ന നിലയിൽ ഒരു കാര്യം അദ്ദേഹത്തിന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു രേഖയോ ഒരു തെളിവോ തന്നെയുമല്ല അദ്ദേഹത്തിന്റെ. ഇതിനകത്ത് എന്ത് തെളിവാണ് നൽകാൻ ശ്രീ തോമസ് ഉണ്ണിയാടൻ? ഇവിടെ ഒരു ബാർ ഉടമ പറയുകയാണ് ഞങ്ങൾ പിരിവെടുത്തിട്ടുണ്ട്, ആ പിരിവെടുത്തിട്ട് 15 ലക്ഷം രൂപയും 85 ലക്ഷം രൂപയായി 2 ഗഡുവായി 1 കോടി രൂപ നൽകിയിരുന്നു. ബാക്കി 4 കോടി രൂപ മാണിക്ക് നൽകാൻ വെച്ചതാണ്. പക്ഷേ അതിനിടയിൽ മാണിയുടെ കയ്യിൽ നിന്ന് പോയി എന്നതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തത്. ഇതിൽ എന്ത് തെളിവാണ് സാധ്യമാവുക? അദ്ദേഹം പറയുന്നത് തന്നെ എന്താണ്, ഞങ്ങൾ കേരളത്തിലെ ഈ ബാർ ഹോട്ടലുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ബാർ ഹോട്ടലുകൾക്ക് വേണ്ടി തുക നൽകി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ ബാർ ഹോട്ടൽ സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ അങ്ങനെ ആർക്കും തുക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിരിവ് ഞങ്ങൾ നടത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ആർക്കും തുക കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം അർത്ഥസംഖ്യയില്ലാത്ത നിലയിൽ അവരുടെ പ്രസിഡന്റ് പറയുകയാണ്. പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ. ഇതൊന്നും തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിക്കരുത് ശ്രീ ഉണ്ണിയാടൻ. പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? ആരെങ്കിലും വ്യക്തിപരമായി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സംഘടന എന്നുള്ള നിലയിൽ കൊടുത്തിട്ടില്ല. ശരിയാണ്, അവിടെ മിനിറ്റ്സിൽ എഴുതി വെക്കൊന്നുമില്ലല്ലോ KM മാണിക്ക് 1 കോടി രൂപ 1 കോടി കൊടുത്തു എന്നൊന്നും. ഞാൻ പറയട്ടെ ഈ പറഞ്ഞ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരം അദ്ദേഹം കൊടുത്തു അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം നേരിട്ട് കൊടുത്തതായിട്ട് പറഞ്ഞിട്ടില്ല, വേറെ ഒരു വ്യക്തി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വളരെ പരമോന്നത പദവിയിൽ നിൽക്കുന്ന KM മാണി സാറിനെ പോലുള്ള ഒരാൾക്കെതിരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. KM മാണിക്കെതിരെ 1 കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തു, 5 കോടി രൂപ അദ്ദേഹം കോഴയായി ചോദിച്ചു എന്ന്. ആ കാര്യത്തിൽ അന്വേഷണം സാധ്യമല്ല എന്ന് കേരള കോൺഗ്രസ് നിലപാടെടുക്കുന്നു. KM മാണിയുടെ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിയും പറയുന്നു ഇക്കാര്യത്തിൽ യാതൊരു അന്വേഷണവുമില്ല എന്ന്. ഇന്ന് ബിജു രമേശ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുഖം ടെൻഷൻ കൊണ്ട് വിറയ്ക്കുകയായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ താഴെ വീഴുമെന്ന് അദ്ദേഹം ഭയന്നതുകൊണ്ട് KM മാണിക്കെതിരെയുള്ള സാധാരണഗതിയിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം ശ്രീ VS അച്യുതാനന്ദൻ ഒരു കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തു. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം ഒരു പൊതുപ്രവർത്തകനെതിരെ ഉണ്ടായാൽ സ്വാഭാവികമായും ആ വിഷയം അന്വേഷിക്കേണ്ട ബാധ്യത വിജിലൻസ് ഡയറക്ടർക്കുണ്ട് എന്നാണ്. അപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രി അങ്ങ് ഉത്തരവിട്ട് കളയുകയാണ് ഈ കാര്യത്തിൽ അന്വേഷണമില്ല എന്ന്. നികേഷ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയെ ഉന്നയിക്കപ്പെടുന്ന ആരോപണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമുക്കൊന്നും പരിശോധിക്കേണ്ടതായിട്ടില്ലേ? തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിശ്വസ്തതയുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഈ പറയുന്ന കാര്യം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു ബാർ
അസോസിയേഷൻ്റെ ആളുകൾക്ക് വേണ്ടി പണം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് പ്രസിഡന്റ് തന്നെ അത് നിഷേധിച്ചിരിക്കുന്നു ഞാൻ ആദ്യം പറയുകയുണ്ടായി. രണ്ടാമതൊരു കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനെ KM മാണി സാറിൻ്റെ അടുക്കൽ ഞാൻ ഈ പണം കൊടുക്കുന്നതിന് ശേഷം ഞാൻ മുഖ്യമന്ത്രിയുടെ അടുക്കൽ ചെന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരിക്കലും ആർക്കും പണം കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ആർക്കും പണം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുണ്ടായി. ഇത് അദ്ദേഹം തിരുത്തി പറഞ്ഞു. ശ്രീ ഉണ്ണിയാടൻ, ഇതിനകത്തൊക്കെ നിങ്ങൾ എന്തൊക്കെയോ ഒന്നുകിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശ്രീ ബിജു രമേശ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ പോലും ആർക്കും കൊടുക്കരുത് ഈ വിഷയത്തിൽ എന്നാണ്. അതല്ലാതെ മുഖ്യമന്ത്രിയോട് ഈ വിവരം പോയി പറഞ്ഞപ്പോൾ ആർക്കും പണം കൊടുക്കരുത് എന്നല്ല. അപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇങ്ങനെ ചിലർ ലക്ഷ്യമിടുന്നുണ്ട്, ബാറുകൾ തുറപ്പിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞ് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുമെന്ന്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്തുകൊണ്ടാണ് അന്വേഷണം സാധ്യമല്ല എന്ന് താങ്കൾ പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പറയുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശബ്ദം വ്യക്തമല്ല. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഏത് അന്വേഷണമാണ് ആവശ്യം? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സുനിൽകുമാർ, ഇക്കാര്യത്തിൽ എന്ത് സാധ്യതകളാണ് നിങ്ങൾ കാണുന്നത്? എന്തായാലും KM മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും നിങ്ങൾ ചൂണ്ടയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഇലക്ഷന് മുമ്പ് KM മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും കൂടെ കൂട്ടാൻ. അതിൻ്റെ കൺഫ്യൂഷനിൽ നിങ്ങൾക്ക് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലല്ലോ. പരമാവധി മുഖ്യമന്ത്രിയിൽ ചെളിതെറിപ്പിക്കുക, ബാബുവിൽ ചെളിതെറിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ ഈ വിഷയത്തിൽ. നികേഷ്, ഒരു സംശയം വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ തത്വാധിഷ്ഠ നിലപാട് മാത്രമേ എടുക്കുള്ളൂ. ഞങ്ങൾ KM മാണിയെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് ഈ അടുത്ത ഇലക്ഷൻ നേരിടാൻ പോകുന്നു എന്നൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ആരും വ്യാഖ്യാനിക്കും വേണ്ട. KM മാണി സാറിനെതിരായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്, ഗുരുതരമായ ആരോപണമാണ്. അതിനേക്കാൾ ഉപരിയായി KM മാണി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളോ പ്രതിപക്ഷമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന മുന്നണിക്കകത്തു നിന്ന് ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് KM മാണിക്ക് ധാർമ്മികമായി അതിനകത്ത് നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് KM മാണിയെ അവിടെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഒരു അന്വേഷണം, ഏത് അന്വേഷണത്തെ നേരിടാമെന്ന് ഇന്നലെ പറഞ്ഞ മാണി സാർ ഇന്ന് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്. മാണിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിനെതിരായി ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാഥമികമായ കടമ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തിന് കളങ്കമേൽക്കുന്ന ഒരു ആരോപണത്തിൽ നിന്നും വിമുക്തി നേടാൻ ആവശ്യമായ ജനാധിപത്യപരമായ മര്യാദയാണ് കാണിക്കേണ്ടത്. അല്ലാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടല്ല ജനാധിപത്യത്തിൽ എല്ലാ കാലത്തും ഒരു നേതൃത്വം തുടരേണ്ടത്. അദ്ദേഹം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം തനിക്കെതിരായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിപക്ഷത്ത് നിന്നല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KM മാണിയെ മുഖ്യമന്ത്രിയാക്കുക, എന്നിട്ട് LDF-ഉമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന്. അത് തകർന്നു പോയോ ആ മോഹം? എന്താ നികേഷ് പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നത് ആരാ പറയുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഐക്യ ജനാധിപത്യം മുന്നിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. പിന്നെ എന്തിനാണ് PC ജോർജ് പറയുന്നത് ഇത് കോൺഗ്രസിലെ വിഭാഗമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഗൂഢാലോചന നടത്തിയത് എന്ന്? PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യത്തിനകത്ത് നമുക്ക് പരിപൂർണമായിട്ട് ഗൗരവമായിട്ട് എടുക്കാനായിട്ട് കഴിയില്ല, ഒരു പാർട്ടിക്ക് എടുക്കാനായിട്ട് കഴിയില്ല. അല്ല, PC ജോർജ് വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പെട്ടെന്ന് പറയുന്നു. വിഭാഗത്തിനോ കോൺഗ്രസിലെ ആരും ഈ ഗൂഢാലോചനയില്ല. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ഇന്ന് പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുന്നത്. പാർട്ടി സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ ആരോപണത്തിൽ യാതൊരു തരത്തിലുള്ള ഗൗരവമില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം മതിപ്പുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവും ആ കാര്യത്തിലില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ്? ഇത് കോൺഗ്രസ് പാർട്ടി നടത്തിയ ഗൂഢാലോചനയെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പറഞ്ഞിട്ടുള്ളത് ബാറിന്റെ ഉടമകൾ ഉണ്ട്, ഇതിന് മോഹഭംഗമുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇതിനോട് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാം. കേരള കോൺഗ്രസ് എം ഈ വിഷയത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ടോ?
തീർച്ചയായും ഉണ്ട്. കേരള കോൺഗ്രസിന് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സംശയമുണ്ടല്ലോ. ഉണ്ട്. അത് സ്വാഭാവികമായും പ്രതിപക്ഷമായിരിക്കില്ലല്ലോ. പ്രതിപക്ഷത്തിന് ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരാരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഉന്നയിച്ചാൽ മതി. അപ്പോൾ ഭരണമുന്നണിയിൽപ്പെട്ട ആരോ അതിൻ്റെ പിന്നിലുണ്ട്. അത് ആരെയാണ് നിങ്ങൾക്ക് സംശയം? നികേഷ്, ഇന്ന് ഞങ്ങളുടെ കമ്മിറ്റി 1 മണിക്കൂർ നേരമാണ് കൂടിയിട്ടുള്ളൂ. ഇതിന് വിശദമായി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചന എവിടെ നിന്നൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ആരൊക്കെയാണ് പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം തരത്തിലേക്കാണ് ഗൂഢാലോചന വ്യാപിപ്പിച്ചിട്ടുള്ളത്, ഇതേ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുവാൻ, അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ആലോചിക്കുവാനും അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി വിശദമായ യോഗം ഞങ്ങൾ ചേരാൻ പോകുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരള കോൺഗ്രസ് എം കെ മാണിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം സ്വന്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏക വൈസ് ചെയർമാൻ ശ്രീ PC ജോർജ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു എ വിഭാഗമാണ് ഈ ആരോപണത്തിന് പിന്നിൽ എന്ന്. ബിജു രമേശിനെ ഉമ്മൻചാണ്ടി 5ാം പത്തിയായി ഉപയോഗിക്കുകയാണ് എന്ന്. എന്തിനാണ് കെ എം മാണിക്കെതിരെ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്? നികേഷേ, കെ എം മാണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പ്രസിഡന്റ് ശ്രീ VM സുധീരനും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വ്യവസായമാക്കി ഇവിടെ മാറ്റിയിരിക്കുകയാണ്. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം, എന്തും ഉന്നയിക്കാം. സാധാരണഗതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം, രേഖകൾ വേണം. ഇപ്പം തെളിവ് വേണ്ട, രേഖ വേണ്ട, യാതൊരു വിധമായ രേഖകളും തെളിവുകളും അടിസ്ഥാനങ്ങളും ഇല്ലാതെ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചു. ഒരാരോപണത്തിന് പേരിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഞങ്ങൾ വെച്ചില്ലേ? എന്നിട്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ അനാഥപ്രേതമായി നടക്കുന്നു. ആരോപണം ഉന്നയിച്ച ഒറ്റയാളും പോകുന്നില്ല, തെളിവ് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് ഇനി അത്തരം അബദ്ധങ്ങൾ ചെന്ന് ചാടാൻ ഞങ്ങളില്ല. കാരണം രേഖാമൂലം തെളിവുകളുണ്ടെങ്കിൽ, രേഖകളുണ്ടെങ്കിൽ, അടിസ്ഥാനമുണ്ടെങ്കിൽ ആരോപണം ഉന്നയിക്കട്ടെ, ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്. അല്ലാതെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന ഒരു പ്രവണത ഇനി സാധ്യമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിലെ UDF ഗവൺമെന്റ്, UDF നേതൃത്വം കേരളത്തിലെ മദ്യ വ്യവസായികളുമായി ഒരു തുറന്ന പോരാട്ടത്തിലാണ്, ഒരു നിയമയുദ്ധത്തിലാണ്. അപ്പൊ സ്വാഭാവികമായി ഈ ഗവൺമെന്റിലെ മന്ത്രിമാരെ അപഖ്യാതിപ്പെടുത്താൻ, അപകീർത്തിപ്പെടുത്താൻ അവരുടെ ആവനാഴിയിലെ എല്ലാ ആയുധവും മദ്യ വ്യവസായികൾ ഉപയോഗിക്കും. അത്തരത്തിലൊരു ആയുധമായി മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം നികേഷ് പറഞ്ഞ ഗൗരവമാണ്. തോമസ് ഉണ്ണിയാടൻ കൂടി കേൾക്കണം. ഇന്നലെ ഞാൻ ഈ ചാനൽ വന്നു, കൈരളിയിൽ പോയി. അപ്പോൾ ഇത് UDF എടുത്തൊരു തീരുമാനമാണ് ഈ മദ്യനയം. അപ്പോൾ UDF എടുത്ത ഈ തീരുമാനത്തിൽ UDFിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ UDF യോഗം വീണ്ടും വിളിപ്പിക്കണം, അതിനകത്ത് ചർച്ച ചെയ്യണം, ആ തീരുമാനം പുനഃപരിശോധിക്കണം. ഇതൊന്നും ഉണ്ടാകാത്തിടത്തോളം കാലം തീരുമാനം കൈയടിച്ചു പാസാക്കിയ ആളുകൾ ഒരിക്കലും അതിനെ വിമർശിക്കാൻ പാടില്ല. കേരള കോൺഗ്രസിൽ ശ്രീ മാണി സാറിനോടൊപ്പം നിൽക്കുന്ന ആരും ഇന്നുവരെ കോൺഗ്രസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ലെങ്കിൽ പോലും ചില ആളുകൾ, അതിനകത്ത് ഒരു പ്രത്യേക വിഭാഗം എന്ന് തന്നെ പറയാം, അവർ ചാനൽ വന്നിരുന്ന് ഇന്നലെ മദ്യനയത്തിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി റിപ്പോർട്ടറിലും കൈരളിയിലും പറയുന്നത് വളരെ വേദനയോടുകൂടി ഞാൻ നോക്കിക്കണ്ടു. ഇവിടെ ശ്രീ മാണി സാർ പറഞ്ഞു, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സംശയമില്ല, കോൺഗ്രസ് നിലപാട് സ്വാഗതാർഹം, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ പരിശുദ്ധമാണ്, പരിപാവനമാണ്. പക്ഷേ വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുന്ന ഒരു പ്രവണത കേരള കോൺഗ്രസിലെ ചില ആളുകൾക്കുണ്ട്. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ജനങ്ങൾ ആരെങ്കിലും ഇത്തരം ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? കാരണം ഇന്നലെയും വന്ന് മദ്യ വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറി ചാനൽ സംസാരിച്ചത്. ആ പ്രവണത അവസാനിപ്പിക്കണം. ഞങ്ങൾ അവസാന ശ്വാസം വരെ ശ്രീ മാണി ഇതിനകത്ത് കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ മാണി അതിൽ കുറ്റക്കാരനല്ല എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷെ അത് പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ
ശ്രീ ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും യുക്തിപൂർവ്വം അവതരിപ്പിക്കാൻ ഈ വിഷയം കഴിഞ്ഞു എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ കഴിഞ്ഞ 2 ദിവസത്തെ ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലേ? രാഷ്ട്രീയക്കാർ സാധാരണ പണം വാങ്ങാറുണ്ട്, മന്ത്രിമാർ, ശ്രീ ബിജു രമേശ് പറയുകയാണ്, എന്നെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാറുണ്ട്. അതിൽ ഏറ്റവും നന്നായി പണം വാങ്ങിയെടുക്കാൻ കഴിവുള്ളയാളാണ് ശ്രീ കെ എം മാണി. അദ്ദേഹം 50 വർഷം ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതി ഇനിയും എന്നെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ശ്രീ ബിജു രമേശ് പറയുന്നത്. 5 കോടി രൂപ ശ്രീ കെ എം മാണി ഈ വിഷയത്തിൽ ബാർ ഉടമകളോട് ആവശ്യപ്പെട്ടു. അതിൽ ആദ്യം 15 ലക്ഷം, പിന്നെ 85 ലക്ഷം എന്ന നിലയിൽ മാത്രം കൊടുത്തു. ബാക്കി 4 കിട്ടില്ല എന്ന് കരുതിയപ്പോഴാണ് ശ്രീ കെ ബാബു ഇത് ക്യാബിനറ്റിൽ വെച്ചപ്പോൾ അത് വേണ്ട, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞത്. അങ്ങനെയാണല്ലോ അത് പിന്നീട് ശ്രീ വി എം സുധീരൻ്റെ കയ്യിലേക്ക് പോയതും ഈ കാര്യമെല്ലാം പൊളിഞ്ഞ് തരിപ്പണമായതും 418 ബാറുകൾ പൂട്ടിയതും. ഇവിടെ ആ തരത്തിൽ ശ്രീ ബിജു രമേശ് ഉന്നയിച്ച ആക്ഷേപം അത് താങ്കൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പറയുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആക്ഷേപം എന്നാണ്. ഇങ്ങനെ ഈ കാര്യത്തിൽ ഗ്രീവൻസ് ഉള്ള ഒരു വിഭാഗം അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് അന്വേഷിക്കപ്പെടാതെ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഞാൻ ഈ ആവർത്തിച്ച് ചോദിക്കുന്നത് അതാണ്. കഴിഞ്ഞ 10-20 വർഷത്തെ രാഷ്ട്രീയത്തിൽ ഒരാക്ഷേപം വന്നപ്പോൾ ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണ് നാം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മാത്രമാണ് നിങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണവും വേണ്ട എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു വിഷയത്തിൽ ഒരു അന്വേഷണത്തെ ഭയക്കുന്നത് എന്ന്. നികേഷ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട്. നികേഷ് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സ്വകാര്യമായി ഞാൻ സംസാരിച്ച കാര്യം നമ്മൾ ആരെങ്കിലും 2 പേരും പുറത്തു വിട്ടിട്ടുണ്ടോ? അപ്പം നികേഷിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നികേഷ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് തികച്ചും സ്വകാര്യമാണ്. ആ സ്വകാര്യമായി പറയുന്ന കാര്യങ്ങൾ ജീവിതാവസാനം വരെ സ്വകാര്യമായി സൂക്ഷിക്കാനുള്ള കഴിവ് നികേഷിനും എനിക്കുമൊക്കെ ഉണ്ട്. ഇവിടെ ശ്രീ ബിജു രമേശ് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്ന് ഒരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയില്ല. അങ്ങനെ പറഞ്ഞ ശീലമില്ല. പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, രമേശിനും അറിയാം. ആ പറഞ്ഞ കാര്യങ്ങൾ ജീവിതാവസാനം വരെ വെളിപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷേ ഇവിടെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിലെ 19 മന്ത്രിമാരുണ്ടല്ലോ. ആ 19 മന്ത്രിമാരിൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ മദ്യവ്യവസായികളുടെ അസോസിയേഷന്റെ ഭാരവാഹികളുമായിട്ടാണ് പോയത്, മുഖ്യമന്ത്രിയെ കണ്ടത്, പണം കൊടുത്തത്. അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ബിജു രമേശ് പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളിൽ അതിന്റെ ഭാരവാഹികൾ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ ഒരു മന്ത്രിക്കും 10 പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ആരോപണം തന്നെ പൊളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ശ്രീ ബിജു രമേശ് വളരെ ധൈര്യശാലിയാണ്. എന്നോട് എന്തെങ്കിലും ഒരു കാര്യം സ്വകാര്യമായി പറഞ്ഞു, അതെന്തോ ആകട്ടെ, പക്ഷേ പത്രസമ്മേളനം നടത്തി ലക്ഷക്കണക്കിന് ആളുകളോട് അദ്ദേഹം പറയുന്നതും ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം സ്വകാര്യമായി പറയുന്നതും വ്യത്യസ്തമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പറഞ്ഞ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളും രേഖകളും അടിസ്ഥാനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ആ തെളിവുകൾ ഹാജരാക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലാതെ എന്തെങ്കിലും ഒന്നിൻ്റെ പേരിൽ മാധ്യമ വിചാരണ നടത്തി ശ്രീ കെ എം മാണി അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ഒരൊറ്റ മാധ്യമങ്ങളും തയ്യാറാകരുതെന്ന് ദയവായി തുടരുക. ശ്രീ എ കെ ബാലൻ, ഇത്രയും വലിയൊരു ആക്ഷേപം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടും ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്ന് പോലും ഒരു തീർപ്പിലെത്താൻ കേരളത്തിലെ CPIM നേതൃത്വത്തിന് കഴിയാത്തതെന്തേ? ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള 3 കാര്യമുണ്ട്. നമ്പർ 1, ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൂലി കൊടുക്കുന്നത് സെക്ഷൻ 12 പ്രകാരം 5 വർഷം തടവാണ്. കൈക്കൂലിയായി പണം വാങ്ങുന്നത് സെക്ഷൻ 13(2) പ്രകാരം 7 വർഷം തടവാണ്. ഇതിൽ ഒരു കാര്യം വളരെ ഇപ്പൊ തന്നെ തെളിഞ്ഞു. അതായത് ഇതിലെ പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ എക്യൂസ്ഡ് കൂടിയാണ് ഇതിൽ. അങ്ങനെ ഒരു പ്രത്യേകത ഈ കേസിനുണ്ട്, ഈ അഴിമതി നിരോധന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ബിജു രമേശ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ കാശ് കൊടുത്തിരിക്കുന്നു, ഞാനൊരു കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവോമോട്ടോ വിജിലൻസ് ഡയറക്ടറുടെ കീഴിലുള്ള 20 DYSPമാരിൽ ഏതെങ്കിലും ഒരു DYSPക്ക്
കോഗ്നൈസൻസ് എടുക്കാം, കേസ് എടുക്കാം. അത് നോൺ ബെയിലബിൾ ആണ്. അദ്ദേഹത്തെ കേസ് ഇവിടെ ശ്രീ എ കെ ബാലൻ, ബിജു രമേശ് ഞാൻ പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അസോസിയേഷന്റെ ഭാഗമായി പിരിച്ചെടുത്ത കറക്റ്റ് അത് തന്നെ എടുത്താൽ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. അത് മതി. നമ്പർ 2, ഈ രൂപത്തിലുള്ള ഒരു ആരോപണം കേരളത്തിലെ ബഹുമാന്യനായ ഒരു മന്ത്രിക്ക് ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിലെ ജനങ്ങളിൽ ഒരു ഇമേജുള്ള ഒരു വ്യക്തിക്കെതിരായി ഈ രൂപത്തിലുള്ള ഒരാരോപണം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട കെ എം മാണി പറയണം, ഞാൻ ഈ വിദ്വാനെതിരായി ഒരു രൂപക്കെങ്കിലും ഡിഫൈമേഷൻ കേസ് കൊടുക്കും എന്ന്. ഇതിനകം അവരുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, നിയമപരമായിട്ടൊക്കെ നേരിട്ടോട്ടെ. ഞങ്ങള് ഒരു ഡിഫൈമേഷൻ കേസ് കൊടുക്കും എന്നെങ്കിലും പറയണം. നമ്പർ 3 അവസാനിച്ചു എന്റേത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് അദ്ദേഹത്തെ പോലെ തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ചീഫ് വിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീഫ് വിപ്പിനെ ഈ നിമിഷം ആ പദവിയിൽ നിന്ന് ഒരു നിമിഷം പോലും നിൽക്കാൻ അർഹനല്ല എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ തന്നെയായ ശ്രീ ഉണ്ണിയാടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയാടൻ പറയുന്നത് PC ജോർജ് വായി തോന്നുന്നത് കോതക്ക് പാട്ടാണെന്നാണ്. വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് പാടാൻ അർഹതപ്പെട്ട ഒരാളല്ല ക്യാബിനറ്റ് റാങ്കിൽ നിർത്തേണ്ടത്. കേരള കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആക്കേണ്ടത്. അതിൽ നിന്ന് ആദ്യം മാറ്റണം. ഈ പദവികളെല്ലാം കൊടുക്കുക. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമുക്ക് ആക്ഷേപിക്കാം. കാരണം ഈ ഭരണത്തിൽ PC ജോർജ് തന്നെ പറഞ്ഞു 15 കോടി രൂപയുടെ ഇടപാട് നടന്നു, 103 കോടി രൂപയുടെ വേറെയും ഇടപാട് നടന്നു. ഇതൊക്കെ താങ്കൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 15 കോടിയുടെ കണക്കാണ് രാവിലെ പറഞ്ഞത്. ആ 15 കോടിയിൽ PC ജോർജിന് സ്വന്തമായ കണക്കുണ്ട്. 15 കോടി രൂപ ഈ പറയുന്ന ബാർ ഉടമകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബാർ ഉടമ അസോസിയേഷൻ ബാർ ഉടമകളിൽ നിന്ന് 2 ലക്ഷം രൂപ വെച്ച് പിരിച്ചെടുത്ത 750 × 2 എന്ന കണക്കാണ് ശ്രീ PC ജോർജ് അവതരിപ്പിക്കുന്നത്. അത് അങ്ങനെ 15 കോടി രൂപ നേടുന്നു. അതിൽ 2 കോടി രൂപ അഡ്വക്കേറ്റുമാർക്ക് പോയി. 1 കോടി രൂപ ഇപ്പോൾ കെ എം മാണിക്ക് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ബാക്കി 12 കോടി രൂപ ആർക്ക് കൊടുത്തു എന്ന കാര്യം ബിജു രമേശ് പറയണമെന്നാണ് ശ്രീ PC ജോർജ് പറയുന്നത്. അത് കിട്ടിയ മന്ത്രിമാർ വേറെ ഇരിക്കുന്നുണ്ട്. അതെ, അതാ പറയുന്നത്. 12 കോടി രൂപ വേറെ മന്ത്രിമാർ വാങ്ങിയിട്ടുണ്ട്, 1 കോടി മാണിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കുന്തം ഭരണമാണെന്ന് ഇവിടെ ഉള്ളത്. ഇതിനേക്കാൾ വലിയ ആക്ഷേപം ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കട്ടെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ 12 കോടിയുടെ കണക്ക് കോൺഗ്രസ് മന്ത്രിമാരിലേക്കാണ് ശ്രീ PC ജോർജ് തള്ളി നീക്കുന്നത്. ഇത് കൂടാതെ 103 കോടി രൂപയുടെ കണക്കുണ്ട്. എനിക്കറിയാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ വിവരം താങ്കളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി ചോദിക്കുന്നില്ല. ഈ 103 കോടി രൂപ എങ്ങനെ വന്നു എന്നാണ് ശ്രീ PC ജോർജ് അല്പം മുമ്പ് താങ്കളില്ലാത്ത സമയത്ത് വിശദീകരിച്ചതെന്ന് ഞാൻ പക്ഷേ വളരെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു തരാം. ഇവിടെ ആരും കുടിക്കാത്ത മദ്യം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൊണ്ടുചെന്ന് എത്തിച്ച് അതിൻ്റെ കമ്മീഷനായി 103 കോടി രൂപ കേരളത്തിലെ സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അത് ആർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ശ്രീ PC ജോർജ് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഒരു 103 കോടി രൂപയുടെ കണക്ക് അവിടെ കിടക്കുന്നു, 12 കോടിയുടെ കണക്ക് വേറെ കിടക്കുന്നു. എന്നിട്ടാണ് ആ പാവം മാണി സാർ 1 കോടി രൂപ വാങ്ങിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ ഈ പറയുന്ന ഇതിൽ കഴിവിൽ കയറ്റുന്നത്. ശ്രീ നികേഷിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, കേരളത്തിലെ പ്രേക്ഷക ലക്ഷങ്ങളുടെ സമയവും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ വിലപ്പെട്ട സമയം അനാവശ്യമായ വിഷയം ചർച്ച ചെയ്ത് വേസ്റ്റാക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ PC ജോർജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, എത്ര ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം സത്യസന്ധമാണെന്ന് തെളിയിക്കാൻ നികേഷിനായിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്കായിട്ടുണ്ടോ, അല്ലെങ്കിൽ PC ജോർജ് ആയിട്ടുണ്ടോ? അതുകൊണ്ട് PC ജോർജിനെ നമുക്ക് തൽക്കാലം വിടാം. അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ പലതും പറയും. ആ പറയുന്നത് നമ്മളൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം പ്രതിപക്ഷത്തിനും ഏറെക്കുറെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, കേരള കോൺഗ്രസിനും അറിയാം, കോൺഗ്രസിനും അറിയാം, നികേഷിനും റിപ്പോർട്ടർ ചാനലിനും നന്നായിട്ട് അറിയാം. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ AK ബാലൻ പറഞ്ഞു കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. കൊടുത്തു എന്ന് തെളിയിച്ചാലല്ല, കൊടുത്ത ആളിന് ശിക്ഷ കിട്ടൂ. അദ്ദേഹം ഇതുവരെ കൊടുത്തു എന്ന് തെളിയിക്കാൻ ഒരു രേഖയില്ല. അപ്പോ അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നില്ല, മറ്റാരോ കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല. കാര്യം ഒരു പരാതിക്കാരനില്ല, കൊടുത്തവരില്ല. കൊടുത്തവരുണ്ടെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കണം. തെളിവ് ഹാജരാക്കിയാൽ അയാൾക്ക് ശിക്ഷ കിട്ടും. തെളിവില്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ, തെളിയിക്കപ്പെടാതിരുന്നാൽ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് എവിടെ ശിക്ഷ കിട്ടുന്നത്? കാരണം ഒരിക്കലും ശിക്ഷ കിട്ടില്ല.
ഇവിടെ മാണിക്കെതിരെ ആരോപണം വന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചാരക്കേസ് ചർച്ച ചെയ്തു. മാധ്യമ വിചാരണയിലൂടെ ഒരു ചർച്ച നടത്തി ഒരാൾക്കുണ്ടാകുന്ന അപമാനം അയാൾ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ അതൊരിക്കലും ഇല്ലാതാക്കാൻ രാജ്മോഹൻ ഈ ചാരക്കേസ് താങ്കൾ ഓർമ്മിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്. ശ്രീ PC ജോർജും ചാരക്കേസിന് സമാനമായ കേസായി ഇതിനെ കാണുന്നു. എങ്ങനെയാണ് ചാരക്കേസ് ഉപയോഗിച്ച് ശ്രീ കെ കരുണാകരനെ ഇല്ലായ്മ ചെയ്തത്? അതേ ശക്തികൾ തന്നെയാണ് കെ മാണിക്കെതിരെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീ PC ജോർജ് പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. വീണ്ടും നികേഷ് വഞ്ചി തിരുനക്കരെ തന്നെ നമ്മൾ PC ജോർജിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞതിന് ശേഷവും പിന്നെ PC ജോർജ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനെ കുറിച്ചാണ് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് അതിന്റെ വൈസ് ചെയർമാനായ ശ്രീ PC ജോർജ് ആണ്. അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയിൽ മാന്യമായി പ്രവർത്തിക്കുന്ന ഒരാളാ ശ്രീ നികേഷിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഉണ്ണിയാടൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ ആക്ഷേപമുണ്ടേ പറയട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം പറയുകയാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്ന്. നിൻമുഖമെന്ന് പറഞ്ഞ് ഒരു സൈക്കഫന്റ് ആകേണ്ട കാര്യം ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചന നടക്കില്ല എന്ന് ശ്രീ ഉണ്ണിയാടന് വ്യക്തതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും UDF-നകത്തുനിന്ന് തന്നെയാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചും വ്യക്തതയുണ്ട്. ആ കാര്യത്തിലൊരു അന്വേഷണം തീരുമാനിച്ചിരിക്കുന്ന കമ്മിറ്റിയിൽ നിന്നാണ് ശ്രീ ഉണ്ണിയാടൻ വരുന്നത്. ഇപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് ആ ഗൂഢാലോചനയുടെ പൂർണ്ണ രൂപം ശ്രീ ഉണ്ണിയാടന് പറയാൻ കഴിയില്ല. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ കരുതിയിരുന്നോ കേരളത്തിലെ കോൺഗ്രസിലെ A വിഭാഗം പിടിക്കപ്പെടുമെന്ന് തന്നെയാണ് ശ്രീ ഉണ്ണിയാടൻ വിശ്വസിക്കുന്നത്? ഈ ഒരു രാത്രി കൊണ്ട് നേരം പുലരാൻ പോകുന്നില്ല. ഇനിയും രാത്രികളുണ്ട്, ഇനിയും പുലരും. നമുക്ക് ഈ ചർച്ച ഇന്ന് അവസാനിപ്പിക്കുന്നില്ലോ നികേഷ്. വീണ്ടും ഈ ചർച്ചയ്ക്ക് അവസരമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, കേരള കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ കെ എം മാണിയാണ്. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയെ കുറിച്ചോ VM സുധീരനെ കുറിച്ചോ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചോ യാതൊരു വിധമായ തെറ്റിദ്ധാരണയുമില്ല. മാത്രമല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം സ്തുത്യർഹമാണെന്ന് ശ്രീ മാണി പറഞ്ഞു. മാണിയേക്കാൾ വലിയൊരു നേതാവ് എന്തായാലും ഇന്ന് കേരള കോൺഗ്രസ് ഇല്ലാത്തടത്തോളം കാലം. അവസാനമായി ശ്രീ ഉണ്ണിയാടൻ, ഇവിടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടത് സ്വന്തം മന്ത്രിസഭയിൽ ഉള്ളവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടാണ്. സമാനമായ വിധത്തിൽ കേരള കോൺഗ്രസ് LDF-ലേക്ക് പോകുന്നു, കെ മാണി അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാണിയുടെ സാധ്യത തല്ലിത്തകർക്കുക, ആ ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് ഇട്ട പാര, ആ പാര ഒരുപക്ഷെ മുന്നണിയെ തന്നെ പിളർത്തിയേക്കാം. ഇന്നിപ്പോൾ ശ്രീ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് KM മാണിയെ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന്, CBI അന്വേഷണം വേണമെന്ന്. ധനമന്ത്രി സ്ഥാനത്ത് KM മാണി തുടരാൻ പാടില്ല എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ നാളെ മുഖ്യമന്ത്രിയായി KM മാണി അംഗീകരിക്കില്ലല്ലോ. അപ്പോൾ വലിയ സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് പാർട്ടി കെട്ടിയടച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു ശക്തി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഇതെല്ലാം തെറിപ്പിച്ച് നിങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല. നികേഷ്, ഇതിനെ സംബന്ധിച്ച് നികേഷ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായി വളരെ നല്ല ബന്ധത്തിൽ പോവുകയും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങ് മറിച്ചൊരു ചിന്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം കേരള കോൺഗ്രസിന് മേൽ വയ്ക്കരുതേ. കോൺഗ്രസുമായി നല്ല ബന്ധത്തിൽ പോവുകയും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം മതിപ്പുണ്ട്. KPCC പ്രസിഡന്റ് ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഭാഗത്തു നിന്നാണ് ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നത് എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് മാത്രമായി പോകുന്നത്? മറ്റെത്രയോ വിഷയങ്ങളുണ്ട്. മദ്യ വ്യാപാരം നടത്തുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവരെ സഹായിക്കുന്ന ആളുകൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ വിഭാഗമുണ്ട്. വിനതഹൃതരായി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയുമുള്ള ഗൂഢാലോചനയും ഒക്കെ ഈ കാര്യത്തിൽ വന്നുകൂടായികയില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി
ഇരയെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പി സി ജോർജിനെ വേഗം തള്ളിപ്പറയാം, പക്ഷേ എങ്കിൽ പോലും പി സി ജോർജ് പറയുന്ന ഒരു യുക്തി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ആർക്കും പൈസ കൊടുക്കരുത്, അങ്ങനെ പൈസ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പിന്നീട് സഹായിക്കില്ല എന്ന്. കെ മാണിയോ 15 ലക്ഷം ചോദിച്ചു, ആദ്യം 15 ലക്ഷം കൊടുത്തു, പിന്നെ 85 ലക്ഷം ചോദിച്ചു, 85 ലക്ഷം കൊടുത്തു, പിന്നെ 4 കോടി ചോദിച്ചു, 4 കോടി കൊടുത്തില്ല എന്ന കൊതിക്കറിവിൽ കെ ബാബു മന്ത്രിസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കാൻ പോകുന്ന ഈ പറയുന്ന ലൈസൻസ് കെ മാണി അട്ടിമറിച്ചു എന്നാണ്. മുഖ്യമന്ത്രിയെ വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കുകയും കെ മാണിയെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ബിജു രമേശിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി മാറാൻ പാടില്ല എന്നല്ലേ എന്നാണ് ശ്രീ പി സി ജോർജ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യത്തിൽ വളരെ വാസ്തവമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഏതാണ്ട് 720ഓളം വരുന്ന ബാർ ഹോട്ടലിൽ നിന്ന് 2 കോടി രൂപ 2 ലക്ഷം രൂപ വീതം വാങ്ങി. അങ്ങനെ വരുമ്പോൾ 15 കോടി രൂപയോളം വന്നിരിക്കുന്നു. അതിലിപ്പോൾ ആക്ഷേപം വെച്ചിരിക്കുന്ന മാണി സാറിന് 1 കോടി കൊടുത്തു ആക്ഷേപം വെച്ചിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ മാണി സാറിന് കൊടുത്തു എന്നുള്ളത് ശരിയെന്ന നിലയ്ക്കല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒന്ന്. പിന്നെ അഡ്വക്കേറ്റ് കൊടുക്കാൻ വേണ്ടി 2 കോടി രൂപ, പിന്നെ ബാക്കിയുള്ള തുക അത് എവിടെ പോയി എന്നുള്ള സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കണം എന്ന നിലയ്ക്കാണ് ശ്രീ പി സി പറഞ്ഞിട്ടുള്ളത്. ഞാൻ പി സി ജോർജിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇതുവരെ നമ്മുടെ മുന്നിലില്ലാത്തൊരു കണക്കിനെ അന്വേഷിക്കണം. ഞാൻ മുന്നിലുള്ള കണക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കിട്ടി. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പി സി ജോർജ്, ബഹുമാനപ്പെട്ട പി സി ജോർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ പറയുന്ന ഒരാളെന്ന നിലയ്ക്കല്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ നിലയിൽ തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തള്ളിപ്പറയേണ്ടതായിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന നിലയിൽ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്വീകാര്യമായ കാര്യമാണ്. ഇവിടെ അനാവശ്യമായ നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി മറ്റൊരു ചേരിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിനോട് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി കെ കരുണാകരനെ അട്ടിമറിച്ചത് അതേപോലെ തന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കെ മാണിയെ അട്ടിമറിക്കുകയാണ് എന്ന് ആ ചാൻസ് പോയില്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒറ്റ വാചകത്തിൽ? ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് LDFിലേക്ക് ചാടുക, 1 വർഷം കെ മാണിയെ മുഖ്യമന്ത്രിയായി അവർ ഉയർത്തിക്കാണിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് പോവുക, ഒന്നും ഇനി നടക്കില്ല എന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശമായിരുന്നു. ആ ഉദ്ദേശം വളരെ ഭംഗിയായി നടന്നു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾക്ക് ഇന്ന് വീട്ടിൽ പോകാം. നികേഷേ, ഞാൻ അങ്ങ് പറഞ്ഞതിനൊരു കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, കേരളത്തിലെ UDF ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ശ്രീ KM മാണിയെ പിടിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹത്തിലൂടെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം പ്രലോഭനം കൊടുത്തിട്ട് പോലും KM മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രലോഭനങ്ങൾ വീഴുന്നില്ലെന്ന് കണ്ടപ്പോൾ, ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ, KM മാണിയുടെ ഇമേജ് തകർക്കാൻ, അദ്ദേഹത്തെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷമല്ലെന്ന് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കില്ല. അവരൊരു അന്വേഷണം പോലും ആവശ്യപ്പെടുന്നില്ല, പാവങ്ങൾ. പോട്ടെ, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒപ്പം തന്നെ VS സുനിൽകുമാർ, AK ബാലൻ, PC ജോർജ്, തോമസ് ഉണ്ണിയാടൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്, 8 അവറിൽ പങ്കെടുത്തതിന് നന്ദി. ഒരിടവേള.